നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ പല ആളുകൾക്കും പല സമയത്തും സംഭവിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് വരെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പറ്റിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളാക്കാൻ പറ്റാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചതിക്കുന്ന ആളുകളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് 7 ലക്ഷണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് വരെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ചിലപ്പോൾ 1 or 2 ചിലപ്പോൾ ആളുകൾ ഉണ്ടാവും. ഇതിൽ കൂടുതൽ ഈ ലക്ഷണങ്ങൾ കാണുന്ന ആളുകളാണെങ്കിൽ അത്തരം ആളുകളിൽ നിന്നും നമ്മുടെ സൗഹൃദങ്ങൾ വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതായിരിക്കും നമ്മുടെ ജീവിതത്തിനും സന്തോഷത്തിനും എപ്പോഴും നല്ലതായിരിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വിജയത്തിലും അയാൾ എന്ത് ചെയ്യും, നമ്മളെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. നമ്മൾ നല്ലൊരു വിജയം നേടി വരുന്ന സമയത്ത് അതിനും ചില നെഗറ്റീവ്സ് കണ്ടെത്തുക എന്ന് പറയില്ലേ, അതിന് അങ്ങനല്ല, അത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഒരു പോസിറ്റീവായിട്ട് എടുത്ത് പറഞ്ഞു തരില്ല. നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വർഷങ്ങളും സന്തോഷങ്ങൾ അറിയിച്ചതിന് ശേഷം ഇതും കൂടി ചെയ്തിരുന്നെങ്കിൽ ഉഷാറാവുമായിരുന്നു പറയുന്നതിന് പകരം നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കാതെ അതിനെ കുറ്റം കണ്ടെത്തണമെങ്കിൽ അതൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ യഥാർത്ഥ സുഹൃത്ത് എപ്പോഴും നമ്മുടെ വിജയത്തിൽ എന്ത് ചെയ്യും, ഏറ്റവും സന്തോഷിക്കുന്ന, നമ്മളെപ്പോലെ സന്തോഷിക്കുന്ന ഒരാളായിരിക്കും യഥാർത്ഥ സുഹൃത്ത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, പല ആളുകളും അനുഭവിച്ചിട്ടുണ്ടാവാം, നമ്മൾ നല്ല സൗഹൃദത്തിൽ പോകുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല, പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും എന്ത് ചെയ്യാണ്, തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ മുമ്പ് ചെയ്ത ഉപകാരങ്ങളൊക്കെ എടുത്ത് പറയും, ഞാനത് അങ്ങനെ ചെയ്ത്, നീ എന്തുകൊണ്ട് എനിക്കിത് ഇന്നതാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിക്കുന്ന രൂപത്തിൽ, നമ്മളൊരു വഷളാക്കുന്ന രൂപത്തിൽ തെറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്ത, അവർ ചെയ്ത്, നമുക്ക് ചെയ്തെന്ന ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളെ വഷളാക്കാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ്. ചെറിയ തെറ്റിന് വരെ ഇത്തരം ആളുകളെ ജീവിതത്തിൽ നിന്ന് വിട്ടു നിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈഡ് ചെയ്യുന്ന സംഗതിയാണ്. നമ്മളോട് മനഃപൂർവ്വം എന്ത് ചെയ്യുക, നമ്മളിന്ന് ചില കാര്യങ്ങൾ മറച്ചു വെക്കാം. ഇപ്പം നമ്മൾ ചിലപ്പോൾ വീണ്ടും ചിലപ്പോൾ ഒരു വട്ടം അറിയാതെ സംഭവിക്കാം, നമ്മളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വിഷയം മാറ്റി കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, അത് നമുക്ക് കാണിച്ചു തരാതിരിക്കുക, ഫോണിലാവട്ടെ മറ്റുള്ളതാവട്ടെ. അപ്പം നമ്മളിന്ന് ചില കാര്യങ്ങൾ മനഃപൂർവ്വം ഹൈഡ് ചെയ്യുക, നിരന്തരമായിട്ട് നമ്മൾ ചോദിക്കുമ്പോഴും നമ്മൾ വിട്ടുമാറിക്കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തരുന്നില്ല എന്നുള്ളത് കേട്ടോ. അപ്പം അത്തരത്തിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക. ഉദാഹരണം ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, ചില ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി അവർ ഉദ്ദേശിക്കും, നമ്മൾ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ടാന്ന് കരുതുന്ന ആളായിരിക്കും. നമ്മളോട് പറയാതെ അവർ അതിൻ്റെതായ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബിസിനസ് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ദിവസമായിരിക്കും എടുത്ത് തുടങ്ങാം. അപ്പം നമ്മളേത് ഹൈഡ് ചെയ്ത് വെക്കുക. അപ്പം അത് നമ്മളിന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെയോ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ, നമ്മൾക്ക് എന്താണ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് എനിക്ക് മോശമായിട്ട് പറ്റുന്നുണ്ടാവും എന്നുള്ള തോന്നലൊക്കെ കൊണ്ടാണല്ലോ അവർ മറച്ചു വെക്കുന്നത്. അപ്പം അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ആളുകളെ നമ്മൾ എന്ത് വിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നല്ല സമയത്ത് എപ്പോഴും അവർ കൂടെ ഉണ്ടാവും. അതേസമയത്ത് നമുക്കൊരു മോശം സമയം വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു ബുദ്ധിമുട്ടുന്ന സമയം വന്നു കഴിഞ്ഞാൽ നമ്മളെ വിട്ട് അവർ പോവുകയും ചെയ്യും. അത് പലപ്പോഴും നിങ്ങൾക്ക് പല അനുഭവിച്ചിട്ടുണ്ടോ, നമ്മൾ നല്ല സമ്പത്തുള്ള, നമ്മൾ നല്ല ക്യാഷുള്ള സമയത്താണെങ്കിൽ നമ്മളെ കൂടെ അടിച്ചു പൊളിക്കാൻ, എൻജോയ് ചെയ്യാൻ, നല്ല ആരോഗ്യമുള്ള സമയത്താണെങ്കിൽ നമ്മളെ കൂടെ അടിച്ചു പൊളിക്കാൻ അവരുണ്ടാവും. നമുക്ക് രോഗം വന്നാലോ സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോട്ട് പോയാലോ പിന്നെ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല, കാരണം നമ്മൾ സഹായിച്ചു വയ്ക്കുന്ന എഴുതിയിട്ട് നമ്മളുള്ള സമയത്ത് നല്ല സഹായിച്ച ആളുകളായിരുന്നു. ഇത്തരം ആളുകളെ ചിലപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ ഉഷാറായി കഴിഞ്ഞാൽ വീണ്ടും വരും. അപ്പൊ അവരടുപ്പിക്കാതിരിക്കുക, അവരെന്ത് ചെയ്യുക, മനഃപൂർവ്വം എന്ത് ചെയ്യാം, ഒഴിവാക്കി കൊണ്ടുപോകുന്നതാണ് എന്ത് ചെയ്യുക, നമുക്ക് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കാതിരിക്കുക. അതേ സമയത്ത് അഞ്ചാമത്തെ കാര്യം, നമ്മുടെ പരാജയത്തിൽ ഇത്തരം ആളുകൾ സന്തോഷിക്കും. ചിലപ്പോൾ നമ്മളോട് അറിഞ്ഞുകൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, നമ്മുടെ പരാജയത്തിലൊരു സന്തോഷം അവർക്ക് കിട്ടും. അത്തരം ആളുകൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഫ്രണ്ട്സായിട്ട്, നല്ല സുഹൃത്തായിട്ട് ഒരിക്കലും കൂടെ കൂട്ടരുത്. അത് നമ്മളെ ചതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവരെ നമുക്ക് വിശ്വസിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, വാക്ക് പാലിക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളോട് ഇന്ന സ്ഥലത്ത് വരാമെന്ന് പറയും, പക്ഷെ പെട്ടെന്ന് പിന്മാറും. ചിലപ്പം എന്താ പറയുക, ചില സാഹചര്യങ്ങൾ വിട്ടുമാറാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു മരണോ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ വാക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ വ്യക്തമായ ഒരു കാരണവും ഇല്ലാതെ നമുക്ക് തരുന്ന വാക്കുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, പിൻവലിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അത് നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത്തരം ആളുകളെ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക, വിട്ടു നിർത്തുന്നതാണ് നമുക്ക് നല്ലത് എന്നുള്ളതാണ്. ഏഴാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നെഗറ്റീവ്സ് കൂടുതലായിട്ട് പറയുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. ഇപ്പൊ എപ്പോഴും ഒരു പരദൂഷണം പറഞ്ഞെടുക്കുക എന്നുള്ള ആളുണ്ടല്ലോ, എപ്പോൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രസീവായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടോ നല്ല നല്ല കാര്യങ്ങളല്ല അവർക്ക് പറയാനുള്ളത്, എപ്പോഴും നെഗറ്റീവ്സ് ആണ്. ഓക്കെ, അത് അങ്ങനെ ഇതിങ്ങനെ എല്ലാത്തിൻ്റെയും മോശം, അത് പല ആളുകളെ കുറിച്ചും പറയും.
മറ്റുള്ളവരെ കുറിച്ചും കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരാം. അത്തരം കാര്യം ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, നമ്മളോട് ഇന്ന് വന്നിട്ട് ഒരു 10 ആളെ കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നാളെ വേറൊരാളെടുത്ത് പോയിട്ട് നമ്മളെ കുറിച്ച് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവർ കുറ്റം പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഇനി ഒരുപാടുണ്ട്, പ്രധാനപ്പെട്ട തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ നമ്മളോട് കാണിക്കുന്ന ആളുകൾ നമ്മളെ ചതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരക്കാരെ നമ്മളെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് നമുക്ക് ഏറ്റവും നമ്മുടെ സന്തോഷത്തിന്, ദീർഘമായ സന്തോഷം നല്ലത്. ഇതിൽ കൂടുതൽ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ സംഭവിച്ചെന്നൊക്കെ വരാം. അങ്ങനെയല്ല, കൂടുതൽ കാര്യങ്ങളും 5ഓളം കാര്യങ്ങളോ 5ലധികം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക സംഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലുള്ളതെങ്കിൽ അവരെ നൈസായിട്ട് ഘട്ടം ഘട്ടമായി എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയിട്ട്. കാരണം നല്ല ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉണ്ടായാലേ നമ്മുടെ വളർച്ചയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് ലോങ് ടേമിൽ ഉപകരിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വരണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ വേണമെങ്കിൽ കാണാം. അതുവരേക്കും ബൈ.